language acquisition program. We went through different types of constructions, different types of sentences and different types of tenses. Let's have a look through all the sentences we learned in the last classes. Welcome all of you and stay tuned. Tenses: present, past and future. Simple present tense: subject plus S form or base form plus object. Uses of simple present tense: to express a natural truth. Example: the sun rises in the east. To express a habitual action. Example: he consults the doctor every month. Simple past tense: subject plus V2 or past tense plus object. Uses of simple past tense: to express a past habit. Example: I played football every evening. To express an action at a particular time in the past. Example: I met Mr. Ravi yesterday. Simple future tense: subject plus will or shall plus V1 or base form. Uses of simple future tense: to express a future action. Example: he will visit Goa next month. To express a promise: I will help you. Present continuous tense: subject plus is or am or are plus ing form plus object. Uses of present continuous tense: to express an action someone is doing now. Example: the person you are trying to reach is talking to someone else. To express a near future: Wayanad Express is coming on platform number 1 shortly. Past continuous tense: subject plus was or were plus ing form plus object. Uses of past continuous tense: to express an action at a particular time in the past. Example: my mother was washing clothes. To express parallel action in the past. Example: while I was watching TV, my father was reading newspaper. Today in this class, one more tense is going to be introduced: future continuous tense. By the word itself, we can understand the meaning and the function of that particular tense. Future continuous tense. Future, that something is going to be happened in future. Continuous എന്ന് പറഞ്ഞാൽ അത് തുടർച്ചയാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അത് ഭാവിയിലാണ്. അപ്പോൾ അതിൻ്റെ വേർഡിൽ നിന്ന് തന്നെ, അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്: അത് ഫ്യൂച്ചറിലാണ്, അത് തുടർച്ചയാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് ചോദിച്ചാൽ, ടു എക്സ്പ്രസ് സംതിങ് ദാറ്റ് വിൽ ഒക്കർ ഇൻ ഫ്യൂച്ചർ ആൻഡ് കണ്ടിന്യൂ ഫോർ ആൻ എക്സ്പെക്റ്റഡ് ലെങ്ത് ഓഫ് ടൈം. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ആരംഭിച്ച് ഒരു നിശ്ചിത സമയത്തേക്ക് തുടരുവാൻ സാധ്യതയുള്ള ഒരു ആക്ടിവിറ്റി എക്സ്പ്രസ് ചെയ്യുവാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നാം ഉപയോഗിക്കുക. ഹൗ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഈസ് ഫോംഡ്: സബ്ജക്റ്റ് പ്ലസ് will or shall plus be plus ing plus object. Subject plus will or shall plus be plus ing. The baby will be sleeping in the afternoon. ഉച്ച കഴിഞ്ഞ് കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ കുട്ടി ഉറങ്ങിയിട്ടില്ല. The baby is active now. ഇപ്പോൾ ആ കുട്ടി വളരെ ആക്റ്റീവാണ്, ഉറങ്ങുന്നില്ല. He is not sleeping now. പക്ഷേ ഉച്ച കഴിഞ്ഞ് ആ കുട്ടി ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്, ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ദ ബേബി വിൽ ബി സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ മറ്റൊരു ഉപയോഗം, ഒരു വ്യക്തിയുടെ ഒരു പ്രോഗ്രാം, അടുത്ത ദിവസത്തെ പ്രോഗ്രാം അല്ലെ അടുത്ത സമയത്തുള്ള ഒരു പ്രോഗ്രാം താഴ്മയോടുകൂടി ഒരു പൊളൈറ്റായിട്ട് അന്വേഷിച്ചറിയുവാൻ നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കും. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിന് സമയമുണ്ടോ എന്ന് അറിയുന്നതിനാണ് നാം അത് ചെയ്യുക. വിൽ യു ബി ഗോയിങ് ടു ടൗൺ ടുമോറോ? നാളെ ടൗണിൽ പോകുന്നുണ്ടോ? അപ്പോൾ അയാളുടെ മറുപടി എന്തായിരിക്കും? യെസ്, ഐ വിൽ ബി ഗോയിങ്. വൈ ഡിഡ് യു ആസ്ക് ഇറ്റ്? എന്താ ചോദിച്ചത്? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, വുഡ് യു പ്ലീസ് പോസ് ദിസ് ലെറ്റർ? ഈ ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്യുമോ? അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം അറിയാൻ വേണ്ടി നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. വിൽ യു ബി യൂസിങ് എ കാർ ഇൻ ദി ഈവനിങ്?
വൈകിട്ട് താങ്കൾ കാർ ഉപയോഗിക്കുന്നുണ്ടോ? എൻ്റെ മറുപടി നോ, ഐ വിൽ നോട്ട് ബി യൂസിങ്. ഉപയോഗിക്കുന്നില്ല എന്നാകാം. ആണെങ്കിൽ വുഡ് യു പ്ലീസ് ബോറോ മീ യുവർ കാർ? ഒന്ന് കടം തരാമോ? നമുക്കിനിയും ഏതാനും എക്സാമ്പിൾസിലൂടെ കടന്നു പോകാം. ഈ എക്സാമ്പിൾസ് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നാം സാധാരണ ചെയ്യാറുള്ളതുപോലെ സെൻറ്റൻസിൻ്റെ പോസിറ്റീവും സെൻറ്റൻസിൻ്റെ നെഗറ്റീവും, പോസിറ്റീവ് ക്വസ്റ്റിനും നെഗറ്റീവ് ക്വസ്റ്റിനും ഒരേ സമയം നാം പരിശീലിച്ചാൽ നമുക്ക് 4 തരത്തിലുള്ള സെൻറ്റൻസുമായിട്ട് ബന്ധം നമുക്കാവും. നമുക്ക് ആ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യാനൊരു മാർഗവുമാകും. ഇറ്റ് വിൽ ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊരു പ്രഡിക്ഷൻ അല്ല. കാലാവസ്ഥ റെയിനി ആയതുകൊണ്ട്, സീസൺ ഈസ് റെയിനി, സോ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദർ വിൽ ബി എ റെയിൻ ടുമോറോ. ഇറ്റ് വിൽ ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ. നമുക്ക് എങ്ങനെ ആ സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കാം? ഞാൻ എല്ലാ ക്ലാസ്സിലും നിങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ട്, നോട്ട് ചേർക്കുന്നത് ഓക്സിലറി വെർബ്സിനോട് മാത്രം. വിൽ നോട്ട്, വോണ്ട്. ഇറ്റ് വിൽ ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഇറ്റ് വോണ്ട് ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ. മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലായിരിക്കും. എങ്ങനെ ഇത് ക്വസ്റ്റ്യൻ ആക്കാം? ഏസറിന് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുവാൻ സബ്ജക്റ്റും ഓക്സിലറി വെർബും ഇൻവേർഷൻ നടത്തിയാൽ മതിയാവും. നമ്മളത് എല്ലാ സെൻറ്റൻസിലും നാം കണ്ടു കഴിഞ്ഞു. ഇറ്റ് വിൽ ബി റെയിനിങ്, വിൽ ഇറ്റ് ബി റെയിനിങ് ആയാൽ അത് ക്വസ്റ്റ്യനായി. വിൽ ഇറ്റ് ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ? നാളെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമോ? വോണ്ട് ഇറ്റ് ബി റെയിനിങ് അറ്റ് ദിസ് ടൈം ടുമോറോ? നാളെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുകയില്ലേ? ഹി വിൽ ബി വാച്ചിങ് TV. അവൻ TV അത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലായിരിക്കുമെന്നെങ്ങനെ പറയാൻ സാധിക്കും? ഹി വോണ്ട് ബി വാച്ചിങ് TV. വിൽ ഹി ബി വാച്ചിങ് TV? വോണ്ട് ഹി ബി വാച്ചിങ് TV? നെക്സ്റ്റ് സെൻറ്റൻസ്. ദ ട്രെയിൻ വിൽ ബി അറൈവിംഗ് ഓൺ പ്ലാറ്റ്ഫോം നമ്പർ 2 ഷോർട്ട്ലി. ദ ട്രെയിൻ വിൽ ബി അറൈവിംഗ്, എത്തുന്നതായിരിക്കും. ദ ട്രെയിൻ വോണ്ട് ബി അറൈവിംഗ് ഓൺ പ്ലാറ്റ്ഫോം നമ്പർ 2 ഷോർട്ട്ലി. ഓർ ദ ട്രെയിൻ വോണ്ട് ബി അറൈവിംഗ്. വിൽ ദ ട്രെയിൻ ബി അറൈവിംഗ്, എത്തുന്നതായിരിക്കുമോ? വോണ്ട് ദ ട്രെയിൻ ബി അറൈവിംഗ് ഓൺ പ്ലാറ്റ്ഫോം നമ്പർ 2, എത്തുന്നതായിരിക്കുകയില്ലേ? നെക്സ്റ്റ് സെൻറ്റൻസ്. വി വിൽ ബി വർക്കിംഗ് ഓൺ അവർ പ്രോജക്റ്റ് നെക്സ്റ്റ് വീക്ക്. നാളെ ഞങ്ങളുടെ പ്രോജക്റ്റുമായി ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ പ്രോജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലായിരിക്കും എന്നെങ്ങനെ പറയും? വി വോണ്ട് ബി വർക്കിംഗ് ഓൺ അവർ പ്രോജക്റ്റ് നെക്സ്റ്റ് വീക്ക്. ആയിരിക്കുമോ എന്നെങ്ങനെ ചോദിക്കും? വിൽ യു എന്ന് ചോദിക്കുന്നെങ്കിൽ മാത്രമേ വി വില്ലെന്ന് മറുപടി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താകണം? വിൽ യു ബി വർക്കിംഗ് ഓൺ യുവർ പ്രോജക്റ്റ് നെക്സ്റ്റ് വീക്ക്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെയാവും? വോണ്ട് യു ബി വർക്കിംഗ് ഓൺ അവർ പ്രോജക്റ്റ് നെക്സ്റ്റ് വീക്ക്? നെക്സ്റ്റ് സെൻറ്റൻസ്. ദേ വിൽ ബി ഹെൽപ്പിംഗ് യു. അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ദേ വോണ്ട് ബി ഹെൽപ്പിംഗ് യു. അവർ സഹായിക്കുന്നതല്ലായിരിക്കും. വിൽ ദേ ബി ഹെൽപ്പിംഗ് യു? വോണ്ട് ദേ ബി ഹെൽപ്പിംഗ് യു? നെക്സ്റ്റ് സെൻറ്റൻസ്. ദ ബേബി വിൽ ബി സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ. കുട്ടി ഉച്ച കഴിഞ്ഞ് ഉറങ്ങുകയായിരിക്കും. ദ ബേബി വോണ്ട് ബി സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ. വിൽ ദ ബേബി ബി സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ? ഓക്കെ, ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. എത്ര വേഗതയിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നോ അത്രയധികം ഈ സെൻറ്റൻസുമായി നിങ്ങൾക്ക് ബന്ധം വരും. സെൻറ്റൻസുമായിട്ട് നിങ്ങൾക്കൊരു അടുപ്പം വരും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്പീച്ച് ഓർഗൻസിനെല്ലാം അതൊരു പരിശീലനമാവുകയും ചെയ്യും. സോ വൈൽ ഇൻട്രൊഡ്യൂസിങ് എ ടെൻസ്, we usually introduce one word verb also. Surely that word will help you to remind these words related to tense. Here also a word verb is introduced. The auxiliary verbs used in future continuous tense, in every future tense, will or shall, be, and as it is a continuous tense, ing form of the verb is used. And then certain time expressions are also mentioned in this word verb. നമ്മൾ ഭാവിയിൽ ടൈം എക്സ്പ്രഷൻസ് നമുക്ക് എന്തു വേണമെങ്കിലും ആകാം, ഏത് സമയം വേണമെങ്കിലും ആകാം ഭാവിയിൽ. പക്ഷേ ഏതാനും ചില ടൈം എക്സ്പ്രഷൻ മാത്രമേ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഇൻ സമ്മർ, അറ്റ് ദിസ് ടൈം, ഓർ അറ്റ് ദിസ് നൈറ്റ്, ടുമോറോ, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, that type of time expressions can be used. At the end of this video, 2 worksheets are attached. So try to solve it. Write all these sentences in your notebook. Try to solve that sentences. Every sentence is in future continuous tense. And in the next episode, we will meet once again with another tense. Till then,
Goodbye.